ചെയ്യുന്ന കാര്യം സത്യമാണ്, അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കുന്നതാണ് ചെയ്യുന്ന ജോലിയോട് കാണിക്കാവുന്ന ഏറ്റവും നല്ല മര്യാദ. പത്രപ്രവർത്തനത്തിലാണെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതില്ലാതാകുമ്പോഴാണ് മാപ്രേ എന്നുള്ള വിളി രൂക്ഷമാകുന്നത്. അല്പം ബോധമുള്ളവരാരും അതിന് ശ്രമിക്കാറുണ്ട്. പിന്നെ ഇവരുടെ കൂട്ടത്തിൽ അങ്ങനെ ബോധമുള്ള ഒരു കൂട്ടം ഉണ്ടോ എന്നുള്ളത് വേറെ കാര്യം. KLFിലെ MT വാസുദേവൻ നായരുടെ പ്രസംഗത്തിന് ശേഷം ഒരു സ്ക്രീൻഷോട്ട് പുറത്തു വരും. അതും കേരള ഒബ്സർവറിന്റെ പേര്. PV അൻവർ പറഞ്ഞതായി ഒരു വ്യാജ പോസ്റ്റർ. അത് ഉണ്ടാക്കി പടച്ചു വിട്ടത് കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ പോസ്റ്ററുകൾ ട്വിറ്റർ വഴി പ്രചരിപ്പിക്കുന്ന ഒരു അക്കൗണ്ട് വഴി. ആ അക്കൗണ്ട് ഇതാണ്, CMS ഖാൻ എന്ന അക്കൗണ്ട്. PV അൻവർ MLA ഇതിനെതിരെ DGPക്ക് പരാതി നൽകി. മാത്രമല്ല അത് ഉണ്ടാക്കി പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞ അക്കൗണ്ടിനെ കുറിച്ചുള്ള വിവരങ്ങളും നൽകി. ഈ അക്കൗണ്ട് ഒറ്റപ്പാലത്തുള്ള ഇപ്പോൾ അഴിമതി നടത്തിയെന്ന് കൂടെയുള്ള മീഡിയ സെൽ അംഗങ്ങൾ തന്നെ പരാതി നൽകിയ കൺവീനറിന്റെ അടുത്ത ആളാണ്. ഇതൊക്കെ നടന്നത് ഏതാണ്ട് 4 ദിവസം മുമ്പാണ്. എന്നാൽ ഇന്നലെ ഇതൊന്നും അറിയാതെ ഒരു ചാനൽ അവതാരത്തിന്റെ മാപ്ര ആകാൻ പോലും കപ്പാസിറ്റി ഇല്ലാത്ത ഒരാളുടെ ഉറഞ്ഞു തുള്ളൽ കണ്ടു. ഇവിടുത്തെ ഇടത് MLA തന്നെ MT വിശേഷിപ്പിച്ചത് എന്താണെന്ന് പറയാൻ പറ്റില്ല ചർച്ചയിൽ. PV അൻവർ MLA MT അന്നത്തെ പ്രസംഗത്തിന് ശേഷം മാഡത്തിന്റെ ഉറഞ്ഞു തുള്ളലിനൊപ്പം മൊഴിഞ്ഞത് അൻവർ പറഞ്ഞ വാക്കുകൾ അത് പുറത്തു പറയാൻ കൊള്ളില്ല എന്നാണ് അത്ര. കോൺഗ്രസിന്റെ മീഡിയ സെല്ലും അതിനെ ഇപ്പോൾ നയിക്കുന്ന ഒറ്റപ്പാലത്തെ പ്രമുഖ നേതാവും ഇറക്കിയ ഈ വ്യാജ പോസ്റ്റർ വിശ്വസിച്ച മനുഷ്യന്മാർ കേരളത്തിൽ പോലും ഉണ്ടാവുകയില്ല. പക്ഷെ ചാനലിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറയുന്ന കേശവ മാമി വിശ്വസിച്ചു. അപ്പടി വിഴുങ്ങി ചാനൽ ഫ്ലോറിൽ അത് ഇറക്കി അങ്ങ് വെച്ചു. എജ്ജാതി വിശ്വസ്തത അല്ലയോ. അൻവർ അങ്ങനെ യഥാർത്ഥത്തിൽ പറഞ്ഞിരുന്നുവെങ്കിൽ എന്തായനെ കേരളത്തിലെ അവസ്ഥ എന്നുപോലും ബോധമില്ലാത്ത, അങ്ങനെ ചിന്തിക്കാൻ പോലും തലച്ചോറ് ഉപയോഗിക്കാൻ അറിയാത്ത ഒരു റിപ്പോർട്ടർ മാത്രം. അതായത് സ്വന്തം ചാനലിന്റെ വാർത്തകൾ പോലും വായിക്കാത്ത ഒരാളാണ് ഈ മേൽപ്പറഞ്ഞ കലാതിലകം എന്നത് വ്യക്തമാണ്. വാർത്ത വായിക്കാനും ഇത്തരത്തിലൊരു ചർച്ച നടത്താനും ഇറങ്ങുമ്പോൾ പ്രോംപ്റ്ററിൽ എഴുതി കാണിക്കുന്നത് നോക്കി വായിക്കുക എന്നതിലുപരി അതിനെക്കുറിച്ച് ഒരു അല്പ ഹോംവർക്ക് വേണ്ട, ഒരല്പ സാമാന്യ ബോധം ഉണ്ടാക്കിയിട്ട് വരുമല്ലോ. എവട കിട്ടിയത് എടുത്തിട്ടങ്ങ് ചാമ്പുക, അത് തന്നെ. ഇവരുടെ പോസ്റ്റാണ് പൊളി. എക്സിക്യൂട്ടീവ് എഡിറ്റർ സാധാരണക്കാർക്കിടയിൽ അധികം എത്താത്ത നിയമ നടപടി ആരംഭിച്ചപ്പോൾ തന്നെ മുങ്ങിയ ഒരു പോസ്റ്ററൊക്കെ ഈ മാഡത്തിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാഡത്തിന്റെ വാട്സാപ്പ് ഗ്രൂപ്പും ഒറ്റപ്പാലത്തെ പ്രമുഖ നേതാവിന്റെ ഫേക്ക് മീഡിയ സെല്ലും തമ്മിലുള്ള അന്തർധാര അത്ര മോശമല്ലാത്ത രീതിയിൽ സജീവമായിരിക്കും. ഇതൊക്കെയാണ് എഡിറ്റർ എങ്കിൽ ഇവരുടെ കീഴിൽ ജോലി ചെയ്യുന്ന മനുഷ്യന്മാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു.